ഇനി മുന്നിൽ തികഞ്ഞ ശൂന്യതയാണെന്ന് ഉറപ്പിക്കുമ്പോഴാവും ചിലപ്പോഴൊക്കെ നമുക്ക് മുന്നിൽ പുതുവെളിച്ചങ്ങൾ തെളിയുക. അത് പ്രകാശനമായ ഒരു ഭാവിയിലേക്ക് നമ്മളെ വഴി നടത്തും. വീടിന് തീപിടിച്ച് എല്ലാം നഷ്ടപ്പെട്ട തിരുവല്ല നിരണം സ്വദേശിനി അർച്ചന എന്ന 10ാം ക്ലാസ്സുകാരിയും ഇപ്പോൾ പ്രതീക്ഷയുടെ ചിറകിലാണ്. തുണയായതാകട്ടെ മാതൃഭൂമി ന്യൂസ് വാർത്തയും. സ്വപ്നങ്ങൾ തീയും പുകയും അടങ്ങിയ കരിക്കട്ടകളായി. വീടെന്ന ആശ്വാസം ഇന്നിവർക്കില്ല. ഇതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം തീനാളങ്ങൾ കവർന്നു. അതിൽ അർച്ചനയുടെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ കയ്യെഴുത്ത് നിറഞ്ഞ നോട്ട്ബുക്കുകൾ ഉണ്ടായിരുന്നു. പുസ്തകസഞ്ചിയും ചോറ്റുപാത്രവും ഇൻസ്ട്രുമെന്റ് ബോക്സും ഉണ്ടായിരുന്നു. പരീക്ഷയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വ്യാഴാഴ്ചയാണ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് നിരണം വാഴച്ചിറ വീട് കത്തിയമർന്നത്. മാന്നാർ നായർ സമാജം സ്കൂളിൽ നിന്ന് 10ാം ക്ലാസ്സുകാർക്കുള്ള യാത്രയയപ്പിന് അർച്ചന നേരത്തെ ഇറങ്ങി. അച്ഛനും അമ്മയും ജോലിക്ക് പോയതിന് പിന്നാലെയായിരുന്നു അപകടം. നഷ്ടപ്പെട്ടതിന് പകരം പുസ്തകങ്ങളുമായാണ് ABVP പ്രവർത്തകരെത്തിയത്. പുത്തൻ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും അവർ അർച്ചനയ്ക്ക് സമ്മാനിച്ചു. ഇത്തരത്തിലൊരു വാർത്ത മാതൃഭൂമിയിലൂടെയാണ് ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ തന്നെ നമ്മളൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് ആലോചിച്ചു. പാഠപുസ്തകങ്ങൾ പെട്ടെന്ന് ശേഖരിച്ചു. പാഠ്യ ഉപകരണങ്ങൾ, ബുക്ക്, പിന്നെ അനുബന്ധമായ സാധനങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ശേഖരിച്ചു. സ്കൂളും ബന്ധപ്പെട്ടു. അപ്പോൾ സ്കൂളിലെ അധ്യാപകർ, അനധ്യാപകർ അവരെല്ലാം കുട്ടിയെ ചേർത്ത് പിടിക്കാൻ അർച്ചനയ്ക്കൊപ്പം തന്നെ ഇവിടെ എത്തി. അവരോടൊപ്പം തന്നെ ഈ സമയത്ത് ഇവിടെ എത്തിച്ചേരാനും അത് കൈമാറാനും കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെ ABVP കരുതുകയാണ്. ക്ലാസ് ടീച്ചറെയും പ്രിയപ്പെട്ട അധ്യാപകരെയും കണ്ടതോടെ അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. സമ്മാനമായി കൊണ്ടുവന്നതിൽ 10ാം തരത്തിലെ പാഠപുസ്തകങ്ങളും ഉണ്ടായിരുന്നു. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു ഇതാണിപ്പം ഇവിടെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. തീർച്ചയായിട്ടും മോളുടെ പഠിത്തത്തിനാണിപ്പം പ്രയോറിറ്റി. അർച്ചനയുടെ പഠനം, എക്സാം നന്നായി എഴുതാനുള്ള എല്ലാ സഹായങ്ങളും പൂർണ്ണമായിട്ടും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. നന്നായി പഠിക്കുന്ന കുട്ടി, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന കുട്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു മോളെ തീർച്ചയായിട്ടും കൂടുതൽ ഞങ്ങൾക്ക് കരുതാൻ ഈ ഒരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ സാധിക്കും. പ്രിയപ്പെട്ടവരെത്തിയതിൻ്റെ ആശ്വാസമാണ് അർച്ചന പിന്നീട് പങ്കുവച്ചത്. എങ്കിലും നഷ്ടപ്പെടലിൻ്റെ നോവ് വാക്കുകൾ പലകുറി മുറിച്ചു. ഇവിടെ വന്നപ്പോൾ എങ്ങനെ അറിഞ്ഞാണോ വന്നത്? ഞാൻ നിർബന്ധിച്ചപ്പോഴത്തേനും മാമ പറഞ്ഞായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ പോയത്. നോട്ട്ബുക്കിന് കാര്യമല്ലേ ഉള്ളൂ, അതെന്ത് ചെയ്യും? ഫ്രണ്ട്സിൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് മേടിക്കാൻ പകർപ്പെടുക്കാമായിരിക്കും. കിട്ടി പുസ്തകങ്ങളൊക്കെ വെച്ച് പഠിക്കുക, ബാക്കി പഠിക്കാനുള്ളത് പഠിക്കുക. പരീക്ഷ എഴുതാൻ അച്ഛൻ സുഭാഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. അമ്മ ശ്രീജ തുണിക്കടയിലെ ജീവനക്കാരിയും. ചെറുകുടുംബത്തിന് ഇനി സ്വന്തമായുള്ളത് 6 സെന്റ് ഭൂമി മാത്രം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ആ കുഞ്ഞ് കരയുന്നത് കാണുമ്പോൾ സഹിക്കാനാവുന്നില്ല. അതോടൊപ്പം പറഞ്ഞോട്ടെ, ഒരു എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് മുന്നിൽ ഒരു വെളിച്ചം തെളിയുക എന്ന് പറയുന്നത് ആ സമയം ഉണ്ടാകുന്ന ഒരു ആശ്വാസം എത്രത്തോളം വലുതാണെന്ന് നമുക്കൊക്കെ ചിന്തിക്കാൻ കഴിയും. അർച്ചനയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരും അർച്ചനയെ ചേർത്ത് നിർത്തി കൂടെ തന്നെയുണ്ട്, അല്ലേ? അച്ഛനും അമ്മയും ജോലി സ്ഥലത്തേക്കും അർച്ചന സ്കൂളിലേക്കും പോയി കഴിഞ്ഞ് അധികം കഴിയും മുൻപാണ് ഈ വലിയ സ്ഫോടനം ഉണ്ടാകുന്നത്. ഗ്യാസ് കുറ്റി ചിതറിത്തെറിച്ചു പോയി. തടി കൊണ്ട് നിർമ്മിച്ച ചുവരും ടിൻഷീറ്റ് കൊണ്ട് ഉള്ള മേൽക്കൂരയും അടക്കം വീടിനുള്ളിൽ സർവ്വ സാധനങ്ങളും അഗ്നിക്കിരയായി എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ആളുകൾ 3 പേരും തിരികെ എത്തുമ്പോൾ കണ്ട കാഴ്ച എല്ലാം കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ആശ്വസിക്കാനൊന്നുണ്ട് എന്നുള്ളതാണ്. അത് പണം കൊണ്ടും അതോടൊപ്പം തന്നെ കൂട്ടായ്മ കൊണ്ടും തിരിച്ചു പിടിക്കാൻ കഴിയുന്നത് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. അർച്ചനയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അർച്ചനയ്ക്ക് നഷ്ടപ്പെട്ടത് ബുക്കും അവൾ എഴുതിയ നോട്ട് ബുക്കും ഒക്കെ തന്നെയാണ്. അത്
ഈ കൂട്ടായ ശ്രമത്തിലൂടെ ABVP പ്രവർത്തകരുടെ ശ്രമം, അതോടൊപ്പം തന്നെ അധ്യാപകരുടെ സഹകരണത്തോടു കൂടി അത് തിരികെ ലഭ്യമായിട്ടുണ്ട്. പഠനത്തിന് സർവ്വ പിന്തുണയും അധ്യാപകർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് പഠിച്ചതൊക്കെ തന്നെ ഒന്നുകൂടി ഓർത്തെടുത്ത് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്ത് മികച്ച നിലയിൽ വിജയിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഉണ്ട്. എല്ലാവിധമായ പിന്തുണയുമായി തീർച്ചയായും അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അഭിലാൽ പറഞ്ഞതുപോലെ തന്നെ പണവും കൂട്ടായ്മയും കൊണ്ട് തിരിച്ചു പിടിക്കാനാവുന്നതൊക്കെ ആ കുടുംബത്തിന് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളൂ. എന്തായാലും ആ കുടുംബത്തിന്റെ വേദന, വിഷമം ഒക്കെ മനസ്സിലാവും. അർച്ചന ഈ വിഷമം ഒക്കെ മാറ്റിവെച്ച് പരീക്ഷ വരികയാണ്. നന്നായിട്ട് പഠിക്കുക. പരീക്ഷയിൽ മികച്ച വിജയം നേടാൻ അർച്ചനയ്ക്ക് സാധിക്കട്ടെ.